ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് PDF ഫയലിനെ എക്സലിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതല്ലെങ്കിൽ PDF ഫയലിനെ എങ്ങനെയാണ് എക്സലിലേക്ക് ഇമ്പോർട്ട് ചെയ്തിട്ട് ടേബിൾസ് ഒക്കെ എഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഓഫീസ് ജോബിനിടയ്ക്ക് നമുക്ക് ഇങ്ങനെയുള്ള പല ആവശ്യങ്ങളും വരാറുണ്ട് അല്ലേ. അതായത് PDF-ലുള്ള ഡാറ്റ കംപ്ലീറ്റ് ആയിട്ടും എക്സലിലേക്ക് എൻറ്റർ ചെയ്യണം, അതല്ലെങ്കിൽ ടേബിൾസ് മാത്രം സെലക്ട് ചെയ്ത് അതിലേക്ക് ഇടണം. നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്യാൻ നിന്നാൽ അത് നടക്കില്ല. ഓക്കെ, അപ്പോൾ അതിനുള്ള ഈസി മെത്തേഡാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡാറ്റ എൻട്രി ജോബ്സ് ചെയ്യുന്നവർക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഡാറ്റ എൻട്രി ജോബ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, റിക്വസ്റ്റ് വരാറുണ്ട് കുറച്ച് വെബ്സൈറ്റ്സ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട്. അതായത് ഓൺലൈൻ ജോബ്സ് നമുക്ക് വിശ്വസിച്ച് ചെയ്യാൻ പറ്റുന്ന കുറച്ച് വെബ്സൈറ്റ്സ് പരിചയപ്പെടുത്താൻ വേണ്ടി ചോദിക്കാറുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ അങ്ങനെയുള്ള വെബ്സൈറ്റ്സ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നതായിരിക്കും. അപ്പോൾ കാത്തിരിക്കുക. ഇപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ചെയ്യാം എന്നുള്ളത് നോക്കാം. ഇതാണ് നമ്മുടെ PDF ഫയൽ എന്ന് പറയുന്നത്. ഇതിൽ നിങ്ങൾക്ക് കാണാം ഒരുപാട് ടേബിൾസ് ഉണ്ട് അല്ലേ. അത് മാത്രമല്ല നമുക്ക് ഡാറ്റയും, അതായത് ടേബിൾസിലല്ലാത്ത ഡാറ്റയും അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു PDF ഫയലിനെയാണ് നമ്മൾ എക്സലിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ PDF ഫയലിനെ എക്സലിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പോവുകയാണല്ലോ. സോ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബ്ലാങ്ക് വർക്ക് ബുക്ക് ഓപ്പൺ ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അങ്ങനെ ബ്ലാങ്ക് വർക്ക് ബുക്ക് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ഡാറ്റ ടാബിൽ പോവുക. ഡാറ്റ ടാബിൽ ഈ ലെഫ്റ്റ് സൈഡിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം ഗെറ്റ് ഡാറ്റ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ അല്ലേ. അത് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഫ്രം ഫയൽ, ഫ്രം ഡാറ്റാബേസ്, അങ്ങനെയുള്ള കുറേ ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് അല്ലേ. അപ്പോൾ ഫ്രം ഫയൽ എന്നുള്ള ഈ ഓപ്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെയും ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്? PDF ആണ് അല്ലേ. അപ്പോൾ ഫ്രം PDF എന്നുള്ള ഈ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഡാറ്റ എവിടെയാണോ ഉള്ളത്, എൻ്റെ ഡാറ്റ ഡെസ്ക്ടോപ്പിലാണുള്ളത്. സോ ഡെസ്ക്ടോപ്പ് സെലക്ട് ചെയ്യുന്നു. ദെൻ ഏതാണോ, ഇതാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. ഏത് PDF ആണോ നമുക്ക് വേണ്ടത് ആ PDF ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഒന്നുകിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് ഓപ്പൺ ചെയ്യാം, അതല്ലെങ്കിൽ ഇമ്പോർട്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ദെൻ നമുക്ക് നമ്മുടെ നാവിഗേറ്ററിൽ ഇങ്ങനെ ലോഡ് ആവുന്നത് കാണാം അല്ലേ. ഇതാണ് നമ്മുടെ PDF ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്. ഇതിലുള്ള സംഭവങ്ങളൊക്കെ തന്നെ ഇങ്ങനെ കാറ്റഗറി ആയിട്ട് വന്നിട്ടുണ്ട് അല്ലേ, കാറ്റഗറൈസ് ചെയ്ത് വന്നിട്ടുണ്ട്. അതായത് ടേബിൾസ് ഒക്കെ ആദ്യം വന്നിട്ടുണ്ട്, പിന്നെ ഇത് ഡാറ്റകളൊക്കെയാണ്, അതായത് അതിലുണ്ടായിരുന്ന എക്സ്ട്രാ ഡാറ്റാസ്. അപ്പോൾ ഇതിനി എങ്ങനെയാണ് ഓപ്പൺ ചെയ്തെടുക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് ഈ ടേബിൾസ് കംപ്ലീറ്റും ലോഡ് ആവണമെന്നുണ്ടെങ്കിൽ സെലക്ട് മൾട്ടിപ്പിൾ ഐറ്റംസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ സെലക്ട് ചെയ്ത് എടുക്കാവുന്നതാണ് കണ്ടല്ലോ. അപ്പോൾ ഞാൻ ആ ഒരു ഓപ്ഷൻ അല്ല വെക്കുന്നത്, അത് അൺടിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ദെൻ ഞാൻ ഒരു ടേബിൾ മാത്രം സെലക്ട് ചെയ്തിട്ട് എങ്ങനെ എടുക്കാം എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ ഇങ്ങനെയാണുള്ളത്, കോളം 1, കോളം 2 എന്ന് പറഞ്ഞിട്ടാണ് ഉള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് വേണ്ട ടൈറ്റിൽ എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ഹെഡർ റോ എന്ന് പറയുന്നത് നെയിം ഓഫ് നാഷണൽ പാർക്കും സ്റ്റേറ്റും ആണ്. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ജസ്റ്റ് ട്രാൻസ്ഫോം ഡാറ്റ എന്നുള്ളതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഡാറ്റ ലോഡായിട്ടുള്ളത് പവർ ക്വറിയിലാണ്. ഇവിടെ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കാണാം, യൂസ് ഫസ്റ്റ് റോ ആസ് ഹെഡർ എന്നുള്ളത്. അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലേക്കായി നെയിം ഓഫ് നാഷണൽ പാർക്കും സ്റ്റേറ്റും വന്നു കഴിഞ്ഞു. ഇനി എന്ത് ചെയ്താൽ മതി? ഇവിടെ ക്ലോസ് ആൻഡ് ലോഡ് എന്നുള്ളിടത്ത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. കണ്ട, നമ്മുടെ ടേബിൾ ഇവിടെ ലോഡ് ആയിട്ടുണ്ട്. നെയിം ഓഫ് നാഷണൽ പാർക്കും സ്റ്റേറ്റും ആണ് അതിൻ്റെ ഹെഡർ റോ എന്ന് പറയുന്നത്. ഓക്കെ, അതല്ല നിങ്ങൾ ഡയറക്റ്റ് ലോഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് അത് ഡിലീറ്റ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾ ഹെഡർ മാറ്റി കൊടുത്താൽ മതി. മനസ്സിലായല്ലോ? അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഇനി നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഈ ഇയർ വേണ്ട എന്നുണ്ടെങ്കിൽ ഇയറൊക്കെ മാറ്റി കൊടുക്കാം. എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിൽ ചെയ്യാം. മാത്രമല്ല ഫിൽറ്റർ ബട്ടണും വന്നിട്ടുണ്ട് കണ്ടല്ലോ. ഇനിയിപ്പോൾ വീണ്ടും ഞാനൊരു ടേബിൾ കൂടി ഇവിടെ ലോഡാക്കി കാണിച്ചു തരാം. ഡാറ്റ ടാബിൽ പോവുക, ഗെറ്റ് ഡാറ്റ എന്നുള്ള ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഫ്രം ഫയൽ, ഫ്രം PDF എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ദെൻ നമ്മുടെ PDF ഫയൽ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ രണ്ടാമത്തെ ടേബിളാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇതിൽ രണ്ട് ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാം അല്ലേ, ലോഡ് എന്നും ട്രാൻസ്ഫോം ഡാറ്റ എന്നും പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ട്രാൻസ്ഫോം ഡാറ്റയാണ് നമ്മൾ ആദ്യം കണ്ടത്. അതെന്തിനാണ് നമ്മളെടുത്തത്? അതായത് ഫസ്റ്റ് നമ്മൾ ആ ഒരു ഹെഡർ മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അതെടുത്തത് അല്ലേ. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഒന്നുകിൽ നിങ്ങൾക്ക് ആദ്യം തന്നെ ചേഞ്ചസ് അപ്ലൈ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം, ലോഡ് ചെയ്യാം, എക്സലിലേക്ക് ലോഡ് ചെയ്യാം. അതല്ല ഡയറക്റ്റ് ലോഡ് ചെയ്തിട്ടാണ് ചേഞ്ച് ചെയ്യേണ്ടതെങ്കിൽ അങ്ങനെയും ചെയ്യാം. ലോഡ് എന്ന്, അതായത് ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ കോളം ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഡിലീറ്റ് ചെയ്ത് കൊടുക്കാൻ ഈ ട്രാൻസ്ഫോം ഡാറ്റ യൂസ് ചെയ്തിട്ട് ഈസി ആയിട്ട് സാധിക്കുന്നതായിരിക്കും. അതല്ല ഡയറക്റ്റ് ലോഡ് ആണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ലോഡ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ ഈ ടേബിൾ ഇവിടെ ലോഡ് ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ഡയറക്റ്റ് ലോഡ് ചെയ്യുമ്പോൾ ലോഡ് ആവുക.
നമുക്ക് ഇത് എന്ത് വേണമെങ്കിലും ചെയ്യാം, എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഒക്കെ അവൈലബിൾ ആണ്. ഇതിപ്പോൾ വേറൊരു ഷീറ്റിലാണ് ലോഡ് ആയിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ഈ എക്സിസ്റ്റിംഗ് വർക്ക് ഷീറ്റിൽ തന്നെ, അതായത് നമ്മൾ ആദ്യം ലോഡ് ചെയ്ത വർക്ക് ഷീറ്റിൽ തന്നെ വേണം എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡാറ്റ ടാബിൽ ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. ഗെറ്റ് ഡാറ്റ എടുക്കുന്നു, ഫ്രം PDF സെലക്ട് ചെയ്തതിന് ശേഷം ആ PDF ഫയൽ ഒന്ന് സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്യാണ്. ദെൻ നമ്മുടെ ടേബിൾ 3നെ ഞാൻ ഈ ഒരു പേജിൽ തന്നെ വരുത്താൻ വേണ്ടിയിട്ട് ടേബിൾ 3 സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഈ ലോഡ് എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് ലോഡ് ടു എന്നുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിൽ നമ്മളോട് ചോദിക്കുന്നുണ്ട് എക്സിസ്റ്റിംഗ് വർക്ക് ഷീറ്റിലേക്കാണോ അല്ലെങ്കിൽ ന്യൂ വർക്ക് ഷീറ്റിലേക്കാണോ വേണ്ടതെന്നുള്ള കാര്യം. അപ്പോൾ ഞാൻ എക്സിസ്റ്റിംഗ് വർക്ക് ഷീറ്റ് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓക്കെ അടിക്കുക. കണ്ട, എൻ്റെ ഈ ഒരു വർക്ക് ഷീറ്റിൽ തന്നെ ഈ ടേബിൾ ലോഡ് ആവുന്നതായിരിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ ഓപ്ഷൻസും ഇതിൽ അവൈലബിൾ ആണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ഞാൻ പറഞ്ഞു, അതായത് ഓൺലൈൻ വർക്ക് ചെയ്ത് നിങ്ങൾക്ക് നന്നായിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന കുറച്ച് സൈറ്റാണ്, കുറച്ച് വെബ്സൈറ്റ്സ് ആണ് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക, കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.